റിസൂനെയും ആദൂനെയും കൂട്ടി നമ്മൾ മമത റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. വന്നപ്പോൾ തൊട്ട് ആ സോഫയിൽ ഇരുന്ന് കിൻഡർ ജോയിന്റെ ഒരു ടോയ്സും വെച്ച് കളിക്കുകയായിരുന്നു റിസു. ആ ഒരു ടൈമിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വെറുതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എവിടുന്നൊന്നും ഇല്ലാത്ത പെട്ടെന്നൊരു മഴ വന്നത്. അപ്പം നമ്മൾ കുറേ നേരം ആ മഴ, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവിടേക്ക് വന്നത് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഫുഡ് കഴിക്കണ്ടേന്നുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഫലൂദയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആ ഒരു ഫലൂദ വെച്ച് അഡ്ജസ്റ്റ്. ഫുഡും കഴിച്ച് പിന്നെ ഫലൂദയും കഴിച്ച് വയറ് ഫുള്ളായി നമ്മൾ നേരെ പർച്ചേസിങ്ങിനാണ് കേട്ടോ ചെന്നത്. പക്ഷേ റിസൂനും ആദൂനും ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആക്കിയാണ് നമ്മൾ കുറേ നേരം ഊഞ്ഞാലിയാണ്. ഞങ്ങളുടെ സ്ഥിരം ഊഞ്ഞാലാടൽ സ്പേസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ അതും കഴിഞ്ഞ് ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുക. ഫസ്റ്റ് നമ്മൾ റിസൂനെയും ആദൂനെയും വെച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ എല്ലാവരും കൂടി സെൽഫി ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇനി അടുത്തത് പോകുന്നത്. നമുക്ക് ഇച്ചിരി പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായത്. പിന്നെ റിസൂനും ആദൂനും എന്തെങ്കിലുമൊക്കെ സാധനം വേണമെങ്കിൽ അതും വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ മേലോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വാങ്ങേണ്ട ലിസ്റ്റൊക്കെ നമ്മൾ മറന്നുപോയി. കുട്ടിയൊക്കെ എന്താണ് വേണ്ടി അതെടുക്കാൻ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കണ്ട ഒരു സാധനമാണ് കേട്ടോ, ക്യൂട്ടായിട്ടുള്ള പ്ലാസ്റ്റിക് ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് വാങ്ങിയില്ല. പിന്നെ കുറേ ടൈമും നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കിഡ്സ് സെക്ഷനിലോട്ട് പോയി കുട്ടികൾക്കുള്ള പന്ത് കാര്യങ്ങളൊക്കെ വാങ്ങാനും വേണ്ടി ആ ഒരു ടൈം നീക്കി. റിസൂന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാനും വേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക് ബോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ടും പോവാണ്.